മാന്യ പ്രേക്ഷകർക്കും മഞ്ജുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകളായി ഒരു വീഡിയോ എടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കൂടുതലായി ഒരു വീഡിയോ എടുത്തിട്ട്. മറ്റൊന്നും കണ്ടല്ലായിരുന്നു, അച്ഛനൊരു ചെറിയ സർജറി ആയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളായി. പിന്നെ എനിക്ക് മുട്ടിന് ചെറിയൊരു വേദന, ചിലപ്പോൾ ക്ലൈമറ്റ് മാറിയതേ പെട്ടെന്ന് ചൂടിൽ നിന്ന് തണുപ്പിലോട്ട് വന്നതിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചാളൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതാണ് വീഡിയോയുടെ സ്റ്റെപ്സ് വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഗണപതി സ്തുതി പഠിക്കാം. എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള തുടുതുടേ നല്ല കദളിപ്പഴം എന്ന് പറയുന്ന ഒരു ഗണപതി സ്തുതിയാണ് പഠിക്കുന്നത്. പക്ഷേ സാധാരണഗതിയിൽ എല്ലാവരും എടുക്കുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള ചോടുകളല്ല ഞാനിന്ന് എടുക്കുന്നത്. ഇച്ചിരി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോടുകൾ വെച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, എല്ലാവരും എടുക്കുന്ന സിമ്പിളായിട്ടുള്ള ചോടുകൾ ഇനിയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. പുതിയ പുതിയ ചോടുകൾ നമുക്ക് പുതിയ പുതിയ പാട്ടുകളിലേക്ക് ഇട്ട് നമുക്ക് കളിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒട്ടും വൈകാതെ തന്നെ പോയേക്കാം. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവാണേ. ഒന്നാമത്തെ സ്റ്റെപ്പ്, വലത്തെ കാല് ഈ സൈഡിലോട്ട് വയ്ക്കുക. 1, ബാക്കിരിക്കുന്ന കാല് 2, ഫ്രണ്ടിൽ ഇരിക്കുന്ന കാല്, ഫ്രണ്ടിൽ വെച്ച് വലത്തെ കാലുണ്ടല്ലോ അത് 3, 4. ഇങ്ങനെയാണ് 1, 2, 3, 4. നമുക്കറിയാവുന്ന ചോട്. ഇനി ഇപ്പുറത്തെ കാല്, ഇടത്തെ കാലം മുമ്പോട്ട് വയ്ക്കുക. 5, ബാക്കിനത്തെ കാല് 6, ഫ്രണ്ടിലേക്ക് വെച്ച കാല് 7, 8. കിട്ടിയല്ലോ. നമുക്കറിയാവുന്ന ചോടാണ് തുടങ്ങുന്നത്. 1, 2, 3 സ്റ്റാർട്ട്. ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ മുൻപോട്ട്, നമ്മുടെ വലത്തെ കാല ആദ്യം മുൻപോട്ട് വെച്ച് നമ്മൾ 2 ചോട്ട് നടക്കണം. 1, 2, 3. കിട്ടിയോ? മുന്നോട്ട് നടക്കണം. 1, 2, 3. ഇനി നേരെ പുറകോട്ട് തിരിഞ്ഞിട്ട് വലത്തെ കാല ആദ്യം പുറകോട്ട് വെക്കണം കേട്ടോ. 1, 2, 3. ഞാൻ നോക്കിക്കേ, ആദ്യം മുൻപോട്ടേക്ക് വെച്ച് കിടക്കുക. 1, 2, 3. പിന്നെ വലത്തെ കാല് ബാക്കിലോട്ട് വെച്ച് 1, 2, 3. ഇങ്ങനെ നടക്കണം. ഒറ്റ സ്ട്രെച്ചിലൊക്കെ എടുത്ത് നോക്കാം. അപ്പം ഇതിൻ്റെ കൈഭാഗം കൂടെ ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ, അപ്പോൾ കൈയും കാലും നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ. സിമ്പിളാണ്. മുൻപോട്ടേക്ക് കൈ വെക്കുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8. നമുക്കറിയാവുന്ന ചുവട് അല്ലേ? ഇനി ഞാൻ എന്താ പറഞ്ഞേ, വലത്തെ കാലും മുമ്പോട്ടേക്ക് വെച്ച് നടക്കണം. എങ്ങനെ നടക്കണം എന്നറിയാമോ? കൈ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3. ഇനി പുറകോട്ട് നടക്കുമ്പോഴും 5, 6, 7. കിട്ടിയോ? നടക്കണേ. 1, 2, 3, 4, 5, 6. ഓക്കെ ആണോ? ഇത്ര നമുക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്ന് കളിച്ചു നോക്കാമേ. 1, 2, 3 സ്റ്റെപ്പ്. കിട്ടിയോ? ഇത്രയും കിട്ടിയില്ലേ? ഇനി അടുത്ത ചൂട്. ആദ്യം കാൽഭാഗം ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് കൈയിലേക്ക് പോകാമേ. ഇങ്ങനെ വെക്കുക. കൈ ഈ വലത്തെ കാലാദ്യം മുമ്പോട്ടേക്ക് വെക്കുക. 1, 2, 3, 4. എങ്ങനെയാ? 1, 2, 3, 4. ഇങ്ങനെ 1, 2, 3, 4. 1, 2, 3, 4. 1, 2, 3, 4. കിട്ടിയോ? അപ്പോൾ അത് പാട്ടിൻ്റെ കൂടെ നമുക്കൊന്ന് കളിച്ചു നോക്കാമേ. കിട്ടിയില്ലേ? ഇനി അപ്പോൾ ഇത്ര നമുക്ക് ഒറ്റ സ്ട്രെച്ചിലൊന്ന് കളിക്കാം. 1, 2, 3 സ്റ്റാർട്ട്. ഇത്രയും വരെ കിട്ടിയില്ലേ? ഇനി നമുക്കെല്ലാം അറിയാവുന്ന, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി നമ്മളെല്ലാവരും കൈ കൂട്ടി പിടിച്ച് മുൻപോട്ടേക്ക് നടക്കണം. ഒന്ന് കുനിയണം. കുനിഞ്ഞിട്ട് 1, 2, 3. അതുപോലെ തന്നെ പുറകോട്ടേക്ക് കുനിഞ്ഞ് നടക്കണം. 1, 2, 3. ഇങ്ങനെ 1. അപ്പോൾ ഈ മുന്നോട്ട് കയറുമ്പോഴൊക്കെ ആദ്യം ഏത് കാല് വെച്ചോണം? വലത്തെ കാല് വെക്കണം കേട്ടോ. കുനിയുക. ഓക്കെ അല്ലേ?
ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ. അവിടെ നമുക്ക് കുമ്പിടുന്ന ചുവട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണ 1 2 3 4 1 2 3 4 ആ സ്റ്റെപ്പില്ലേ നമ്മുടെ 1 2 3 4 അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ കൈ ഇങ്ങനെ തൊഴുത് പിടിച്ചുകൊണ്ട് ഈ സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ഇടത്തെ സൈഡിൽ നിന്ന് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ക്ലിയർ ആയ? അത് 2 പ്രാവശ്യം എടുക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ പാട്ടിൻ്റെ കൂടെ കാണിച്ചു തരാം. ഇതാദ്യം പോയിട്ട് നമുക്കൊന്ന് കളിച്ചു നോക്കാം, കാരണം ആ സ്റ്റെപ്സിൻ്റെ ഓർഡർ ഒന്ന് കിട്ടാനായിട്ട്. റെഡിയാണല്ലോ? എല്ലാവരും റെഡിയല്ലേ? റെഡി? 1 2 3. തൊടുതൂടെ നല്ല കദളിപ്പഴം മോദകമൊക്കെ ഒരുക്കി വെച്ചു, തെരുത്തേരെ വാരി അമൃതു ചെയ്തു. തിരുവാഴപ്പള്ളി ഗണപതി ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സാധാരണ കളിക്കുന്ന സ്റ്റെപ്സിൽ നിന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ട്രൈ ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനും കൂടെ ഞാൻ ഇടാം കേട്ടോ. കാരണം ഇച്ചിരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പം പഠിക്കാൻ പാകത്തിനുള്ള രീതിയിലും നോക്കട്ടെ. അടുത്ത വീഡിയോ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ഈസി വേർഷൻ നമുക്ക് റെഡിയാക്കാം. പക്ഷേ അപ്പോഴത്തേക്ക് എല്ലാവരും ഈ സ്റ്റെപ്സൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. കാരണം വെറൈറ്റി സ്റ്റെപ്സ് പഠിക്കുമ്പോഴല്ലേ നല്ല രസമുള്ളൂ. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒന്നും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് പൊതുജനങ്ങളിലേക്ക് ഇത് എത്തുന്നത്, അല്ലെ എത്രത്തോളം ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം ഉണ്ടാകുന്നു എന്നൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ വിലയേറിയുള്ള അഭിപ്രായങ്ങൾ എനിക്കറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അഞ്ജു സുരേഷ്.